എല്ലാവർക്കും ഹായ്. ഇന്നത്തെ ക്ലാസ്സിൽ വോൾട്ടേജ് ഡ്രോപ്പ് രീതി ഉപയോഗിച്ച് ഞങ്ങൾ പ്രതിരോധം അളക്കാൻ പോകുന്നു. ലക്ഷ്യം: ഈ വീഡിയോയുടെ അവസാനം വോൾട്ടേജ് ഡ്രോപ്പ് രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രതിരോധം അളക്കാൻ കഴിയും. ഒരു വൈദ്യുത സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നത് ഒരു കറന്റ് കണ്ടക്ടറിലൂടെ കടന്നു പോകുമ്പോഴാണ്. വയറുകളുടെ ഏത് നീളവും വലിപ്പവും കുറച്ച് പ്രതിരോധമുണ്ടായിരിക്കും. ഈ പ്രതിരോധത്തിലൂടെ കറണ്ട് ഒഴുകുന്നത് വോൾട്ടേജ് കുറയുന്നതിന് കാരണമാകും. ലളിതമായി പറഞ്ഞാൽ, വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന വോൾട്ടേജ് നഷ്ടമാണ് വോൾട്ടേജ് ഡ്രോപ്പ്. വോൾട്ടേജ് ഡ്രോപ്പിന്റെ അളവ് പ്രതിരോധത്തിന്റെ മൂല്യത്തെയും സർക്യൂട്ടിലൂടെയോ മൂലകളിലൂടെയോ ഒഴുകുന്ന വൈദ്യുത പ്രവാഹത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് 100 വോൾട്ട് പ്രവർത്തന വോൾട്ടേജുള്ള 40 വാട്ട് വിളക്കുണ്ടെന്ന് കരുതുക. കൂടാതെ നിങ്ങൾക്ക് 200 വോൾട്ട് ഉറവിടം മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് വിളക്കിനെ വിതരണ വോൾട്ടേജിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. കാരണം വിളക്കിന്റെ പ്രവർത്തന വോൾട്ടേജ് വിതരണ വോൾട്ടേജിനേക്കാൾ വളരെ കുറവാണ്. നിങ്ങൾ 100 വോൾട്ട് വിളക്ക് 200 വോൾട്ട് സ്രോതസ്സുമായി ബന്ധിപ്പിച്ചാൽ വിളക്ക് കേടാകും. അതിനാൽ നിങ്ങൾക്ക് ഒരു സീരീസ് റെസിസ്റ്റർ R വിളക്ക് ഉപയോഗിച്ച് ബന്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ 100 വോൾട്ട് റെസിസ്റ്ററിലുടനീളം ഡ്രോപ്പ് ചെയ്യാനും ബാക്കിയുള്ള 100 വോൾട്ട് വിളക്കിന് നൽകാനും കഴിയും. ഓംസ് നിയമ ഫോർമുല R V/I ഉപയോഗിച്ച് 100 വോൾട്ട് ഡ്രോപ്പ് ചെയ്യാൻ ആവശ്യമായ റെസിസ്റ്റർ Rന്റെ മൂല്യം കണ്ടെത്താനാകും. P എന്ന പവർ ഫോർമുല ഉപയോഗിച്ച് ലാമ്പ് വോൾട്ടേജിൽ നിന്ന് കറണ്ട് I കണ്ടെത്താം. V/I. I P/V. I 40/100 0.4. നമുക്ക് കറണ്ട് 0.4 ആമ്പിൽ അല്ലെങ്കിൽ 400 മില്ലി ആമ്പിൽ ലഭിക്കുന്നു. റെസിസ്റ്റർ R വിളക്കിലേക്ക് ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ വിളക്ക് എടുത്ത അതേ കറണ്ട് റെസിസ്റ്റർ Rലേക്ക് ഒഴുകും. ഇപ്പോൾ R V/I ഫോർമുലയിൽ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുക. R 100/0.4 250 ഓംസ്. ഇവിടെ നമുക്ക് പ്രതിരോധ മൂല്യമായ R 250 ഓംസ് ആയി ലഭിക്കുന്നു. അതിനാൽ 100 വോൾട്ട് ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങൾ ഈ സാഹചര്യത്തിൽ വിളക്കുമായി ശ്രേണിയിലുള്ള 250 ഓം റെസിസ്റ്ററിനെ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. പ്രായോഗികമായി വോൾട്ടേജ് ഡ്രോപ്പ് രീതി ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധം അളക്കാം. 100 ഓം മെറ്റൽ ഫിലിം റെസിസ്റ്റർ എടുക്കുക. ഒരു വേരിയബിൾ DC സോഴ്സ് 0 മുതൽ 200 മില്ലി ആമ്പ് വരെയുള്ള മൂവിംഗ് കോയിൽ അമ്മീറ്റർ, 100 ഓം റെസിസ്റ്റർ R1 എന്നിവയെല്ലാം സീരീസിൽ ബന്ധിപ്പിക്കുക. റെസിസ്റ്റർ R1ന് കുറുകെയോ സമാന്തരമായോ 0 മുതൽ 30 വോൾട്ട് വരെയുള്ള മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. വേരിയബിൾ DC ഉറവിടം ഓണാക്കി വോൾട്ടേജ് 10 വോൾട്ടായി സജ്ജമാക്കുക. ഡിസ്പ്ലേയിൽ 10 വോൾട്ട് ആനിമേഷനിൽ കാണിക്കാം. അമ്മീറ്റർ വോൾട്ട്മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. R V/I ഫോർമുലയിൽ മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുക. നിങ്ങൾക്ക് റെസിസ്റ്റർ മൂല്യങ്ങൾ ഏകദേശം 100 ഓംസിന് തുല്യമാണോ എന്ന് പരിശോധിക്കുക. 20 വോൾട്ടിൽ കൂടാത്ത വ്യത്യസ്ത മൂല്യങ്ങളിൽ ഇൻപുട്ട് വോൾട്ടേജ് വർദ്ധിപ്പിക്കുക. കറണ്ട് വോൾട്ടേജ് മൂല്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 100 ഓംസിന്റെ പ്രതിരോധ മൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ R1ന്റെ ശ്രേണിയിൽ മറ്റൊരു 100 ഓംസ് റെസിസ്റ്റർ R2 കണക്ട് ചെയ്യുക. യഥാക്രമം R1, R2 എന്നീ റെസിസ്റ്ററുകൾക്ക് കുറുകെയോ സമാന്തരമായോ 2 വോൾട്ട് മീറ്ററുകൾ V1, V2 എന്നിവ ബന്ധിപ്പിക്കുക. ഇൻപുട്ട് വോൾട്ടേജിന്റെ വ്യത്യസ്ത മൂല്യങ്ങളിൽ വോൾട്ടേജും കറണ്ടും അളക്കുകയും യഥാക്രമം R1 V1/I, R2 V2/I എന്നീ ഫോർമുല ഉപയോഗിച്ച് പ്രതിരോധം കണക്കാക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് സർക്യൂട്ടിന്റെ മൊത്തം പ്രതിരോധം അളക്കണമെങ്കിൽ R1, R2 എന്നിവയ്ക്ക് കുറുകെയോ സമാന്തരമായോ ഒരൊറ്റ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. വോൾട്ടേജും കറണ്ടും ഉപയോഗിച്ച് പ്രതിരോധം കണ്ടെത്തുക. ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് രീതി. ഒരു വേരിയബിൾ DC ഉറവിടം, ഒരു അമ്മീറ്റർ, ഒരു റിയോസ്റ്റാറ്റ് എന്നിവയെല്ലാം സീരീസിൽ ബന്ധിപ്പിക്കുക. റിയോസ്റ്റാറ്റിന് സമാന്തരമായി ഒരു വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. റിയോസ്റ്റാറ്റ് അതിന്റെ ഏറ്റവും കുറഞ്ഞ സ്ഥാനത്തേക്ക് ക്രമീകരിക്കുക. വേരിയബിൾ DC ഉറവിടം ഓണാക്കുക. ചെറിയ ദൂരത്തേക്ക് റിയോസ്റ്റാറ്റ് ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയും അമ്മീറ്ററും വോൾട്ട്മീറ്റർ റീഡിംഗും രേഖപ്പെടുത്തുകയും ചെയ്യുക. അളന്ന വോൾട്ടേജും നിലവിലെ R V/I ഉപയോഗിച്ച് റിയോസ്റ്റാറ്റ് വെച്ചിരിക്കുന്ന പ്രതിരോധ മൂല്യം കണക്കാക്കുക. വിവിധ തലങ്ങളിൽ റിയോസ്റ്റാറ്റ് നോബ് ക്രമീകരിക്കുക. അമ്മീറ്റർ, വോൾട്ട്മീറ്റർ റീഡിംഗുകളിൽ നിന്നുള്ള പ്രതിരോധം കണക്കാക്കുക. സമാന്തര സർക്യൂട്ടിൽ വോൾട്ടേജ് ഡ്രോപ്പ് രീതി ഉപയോഗിച്ച് പ്രതിരോധം അളക്കൽ. സ്റ്റെപ്പ് 1. ഒരു DC ഉറവിടം ഉപയോഗിച്ച് പരസ്പരം സമാന്തരമായി 100 ഓംസ് 2 പ്രതിരോധം ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിക്കുക. ഇപ്പോൾ ഡയഗ്രം അനുസരിച്ച് അമ്മീറ്ററുകളും വോൾട്ട്മീറ്ററുകളും ബന്ധിപ്പിക്കുക. DC ഉറവിടം ഓണാക്കി വോൾട്ടേജ് 10 വോൾട്ടായി സജ്ജമാക്കുക.
അമ്മീറ്ററുകളും വോൾട്ട്മീറ്റർ റീഡിങ്ങുകളും ശ്രദ്ധിക്കുക. R1 ഈസ് ഈക്വൽ ടു V ബൈ I1 ഉപയോഗിച്ച് റെസിസ്റ്റൻസ് R1 കണക്കാക്കുക. R1 ഈസ് ഈക്വൽ ടു 10 ബൈ 0.1 ഈസ് ഈക്വൽ ടു 100 ഓംസ്. പ്രതിരോധം R2 ഈസ് ഈക്വൽ ടു V ബൈ I2 ഉപയോഗിച്ച് കണക്കാക്കുക. R2 ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 0.1 ഈസ് ഈക്വൽ ടു 100 ഓംസ്. സർക്യൂട്ടിന്റെ മൊത്തം പ്രതിരോധം അളക്കാൻ സർക്യൂട്ടിലേക്ക് ഒരു സാധാരണ അമ്മീറ്റർ സീരീസ് ബന്ധിപ്പിച്ച് R ഈസ് ഈക്വൽ ടു V ബൈ Iൽ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുക. ഈ വീഡിയോയിൽ നിന്ന് വോൾട്ട് ഡ്രോപ്പ് രീതി ഉപയോഗിച്ച് പ്രതിരോധം എങ്ങനെ അളക്കാമെന്ന് നിങ്ങൾക്ക് പഠിക്കാം. നന്ദി. നിങ്ങൾക്കൊരു അത്ഭുതകരമായ ദിവസമുണ്ട്.